ചേച്ചി ഫിലിമില് ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതിന്റെ കൂടെ ഞങ്ങളിപ്പോ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. അതിന്റെ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ചേച്ചി, യൂട്യൂബ് തുടങ്ങിയതിന്റെയും. ഇല്ല, അത് എന്താന്ന് പറഞ്ഞാ 2019 മോള് പഠിക്കാൻ വേണ്ടി US പോയി. അപ്പൊ ഐ ഫീൽ വെരി ലോൺലിനെസ്, ഭയങ്കര. അപ്പൊ കൊറോണ വന്ന ടൈമൊക്കെ ഇല്ലേ, ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാനാ, നമുക്ക് അഭിനയം കഴിഞ്ഞിട്ട് വരെ ഒന്നും അറിയില്ല. ബിക്കോസ് നമ്മള് കോളേജൊക്കെ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ജോലിക്കും പോകാൻ പറ്റില്ല. അപ്പൊ സംതിങ് വി ഹാവ് ടു ഡു. ഇല്ല, അപ്പൊ നന്നായിട്ട് പാചകം ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും, ഞാൻ ആദ്യം പോയി ഗൂഗിളിൽ പോയി പഠിച്ചു. ആദ്യം ഒരു ട്രൈപാഡ് മേടിക്കുക, പിന്നെ പഠിച്ച് ശരി മൊബൈലിൽ എടുക്കുക, പിന്നെ ഒരു ക്യാമറ മേടിച്ചു. അപ്പൊ എല്ലാം കാസായിക്കൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ. പിന്നെ ഞാൻ തന്നെ കടയിൽ പോയിട്ട് 2 ലൈറ്റ്സ് മേടിച്ച്, എന്നിട്ട് ഞാൻ പാട്ടില് അവിടെ ട്രൈപാഡ് ഫിക്സ് ചെയ്തിട്ട് ക്യാമറ ഫിക്സ് ചെയ്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ താഴത്തെ ഒരു കമന്റ്സ് വരും, ചേച്ചി നിങ്ങളെ കണ്ടത് മതി, ചട്ടിയിൽ എന്താണ് കാണിക്കുന്നത്, നിങ്ങളെ കണ്ടതൊക്കെ മതി, ചട്ടിയിൽ എന്താണ്ടെന്ന് കാണിച്ചല്ലേ ഞങ്ങൾക്കറിയാൻ പറ്റും. ഓ, അപ്പോഴാണ് ക്ലോസപ്പ് ഇടണമെന്ന് പറഞ്ഞ് മനസ്സിലായത്. അപ്പൊ മിഡ് ഷോട്ട്, ഇങ്ങനെ വൈഡ് ക്ലോസപ്സ്, പിന്നെ ഷോർട്സ് ഇങ്ങനെ കുറച്ചായിട്ട് പഠിച്ചു. സ്റ്റിൽ ഐ എം നോട്ട് എ വെരി ഗുഡ് യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 600 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്ത്, ഞാൻ തന്നെ ഓൺ ഡയറക്ഷൻസ്. ചേച്ചി അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഫിലിം ഡയറക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും. പക്ഷെ നല്ല പ്രൊഡ്യൂസേഴ്സ് കിട്ടണം, നല്ല അടിപൊളിയായിട്ട് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ. യെസ്, ഓഫ് കോഴ്സ്. കുറച്ച് നാളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ചേച്ചി എപ്പോഴും പറയും, നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചു, ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്, അതൊക്കെ ചോദിച്ചു. അപ്പൊ ചേച്ചി ആ ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പത്തെ ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഡിഫറൻസ് ഒക്കെ ചേച്ചിക്ക് എന്താ തോന്നിയിരിക്കുന്നത്? ഇപ്പൊ ഇരിക്കുന്ന കുട്ടികൾ ഭയങ്കര ഒബ്സർവിങ് ചെയ്യാനും ഭയങ്കര സ്മാർട്ടാണ്. ബിക്കോസ് ദേ ആർ വെരി വെൽ എഡ്യൂക്കേറ്റഡ്. എല്ലാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് നല്ല മിടുക്കികളായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ പ്രൊഫഷനിൽ വന്ന് ഈ പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നൊക്കെ ഒന്നുമില്ല. ഇതൊരു പാഷനായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ, സിമ്രൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്ന എങ്ങനെ രാഷ്മിക, കുട്ടിയൊക്കെ ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. ഭാഷ അറിയാത്തവരും അറിഞ്ഞിട്ട് വന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന യങ്ങർ ജനറേഷൻ പഴയ ജനറേഷനെ മനസ്സിലാക്കണം. പഴയ ജനറേഷൻ നമ്മളൊക്കെ ക്യാരവൻ ഇല്ല അപ്പൊ ആ സമയത്ത്. ആ സമയത്ത് നമ്മള് അംബാസഡർ കാറിന്റെ അകത്തിരുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ള ഡെഡിക്കേഷൻ പോയി. ഡെഡിക്കേഷനും ഉണ്ടാകണം. ഡയറക്ടേഴ്സ് ആണ് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ പറയുന്നതാണ് നമ്മൾ കേൾക്കണം. എന്ത് വേണോ അത് മാത്രം അഭിനയിച്ചാൽ മതി, എക്സ്ട്രാ അഭിനയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുവേണ്ടി ഇവിടെ പീലി റെഡാക്കണം, മുടി റെഡാക്കണം, അങ്ങനെയൊക്കെ ഇല്ല. വെളുത്തിരിക്കണം, കറുത്തിരിക്കണം, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. പക്ഷെ നമ്മൾ ആ തൊഴിലോട് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ എല്ലാം ഫെയിലിയർ ആയിരിക്കും, ഫേക്കായി പോകും. നമ്മള് ആ ഡെഡിക്കേഷൻ ആയിട്ട് ആ തൊഴിലോട് കുറച്ച് സ്നേഹം വരുന്നെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടായിരിക്കും. സി, വി ആർ ഓൾ മോർ ദൻ 36 years ആയില്ലേ. എന്നും നമ്മൾ ഒരു പടത്തിന് വിളിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാതെ ഏത് ക്യാരക്ടർ ആണെങ്കിലും ഞാൻ വിളിച്ചു ചോദിക്കും, ആരാ ഡയറക്ടർ, ആ പടം ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ. അങ്ങനെയുള്ള പടങ്ങളിൽ ഞാൻ ജസ്റ്റിഫൈ ഇരുന്നെങ്കിൽ ഞാൻ ചെയ്യും. ഞാനും സത്യരാജ് സാറും സീതയൊക്കെ ഒരു വെബ് സീരീസ് ചെയ്തിപ്പോ, മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ്. എക്സലന്റ് ഇതായിരുന്നു വെബ് സീരീസ്, ടോപ്പായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പൊ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ 2ാം യാമം എന്ന് ഒരു പടം ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ അത് റിലീസാകാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ജസ്റ്റിഫൈ റോൾസ് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ട്.